ദിവസം കണ്ട് സംസാരിച്ച് എന്നെ അറിയില്ലടാ. നിനക്കെന്നെ അറിയില്ലടാ. പറ. എനിക്ക് അറിയത്തില്ലടാ. അറിയില്ലടാ. നിനക്കെന്നെ മനസ്സിലായില്ലടാ. ഇപ്പൊ ഞങ്ങളെ പറ്റി വിളിച്ചതാ. നിനക്കെന്നെ അറിയില്ലടാ. നിനക്കെന്താ ഒന്നും ഓർമ്മയില്ലാത്തതാ. ഇതൊക്കെയാണ് അവള് ചോദിച്ചത്. ഇപ്പൊ ജോക്കി, അയ്യോ ജോക്കി ഞങ്ങളുടെ ഗോഡ് ഫാദർ ആണ്, അങ്ങനെ വിളിക്കല്ലേ കുട്ടി. ജോഗിക്ക് നല്ല പ്രായം പിടിച്ചേട്ടാ, വാസോനെ പിടിച്ചേട്ടാ, ആളെ പിടിച്ച് വാസുവിനെയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ എന്റെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞു. അന്നൂനെ പിടിച്ച് അത് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് എന്താ? ചന്ദ്ര എല്ലാ എക്സൈറ്റ്മെന്റും കളയൂട്ടോ. അല്ല ക്യാറ്റി, അതെന്താ നിങ്ങൾ തമ്മിലുള്ള കുറച്ച് ബന്ധം ഉണ്ടായിരുന്നു വാസു പണ്ട്. ദിവസം കണ്ട് സംസാരിച്ച് സ്റ്റീവിന്റെ ഗേൾ ഫ്രണ്ടാ പോയ എവിടുന്ന് ഇടിച്ചിട്ട്. അയ്യോ അറിയാതെ പറ്റിയതാ, സോറി പറയാനാ. ഒരാളെ കാണാൻ വന്നേ, അന്ന് ചില്ലായ ഒന്ന്. ഇപ്പൊ കാര്യം പിടി. ആരെ അറിയോ? ധാരം നോക്കിയേ. ഹലോ, ഞാൻ എണ്ണിക്കാം കുട്ടി. ഹലോ 24 മതിയാണോ? കുഴപ്പമില്ല. ഹലോ കുട്ടി. ഹലോ, ഷോക്ക് ആയിപ്പോട്ടാ. ഹലോ കുട്ടി. കുട്ടിയുടെ ശബ്ദമില്ല കേട്ടോ. കുട്ടി അണ്ണനെ മാറിയിക്കാൻ പറഞ്ഞേ. എന്താ സക്കീറേ, ബോഡി ടെമ്പറേച്ചർ ഈസ് നൗ സ്റ്റേബിൾ. കത്തിയിട്ടില്ല കുട്ടി, പേര് പറയൂ. പേടിക്കാൻ സംസാരിച്ചോ? വാസണ്ണൻ നമുക്ക് സംസാരിച്ചൂടി. പോർച്ചുഗൽ ഫാനാണ് കുട്ടി. എന്തുപറ്റി ചന്ദ്രൻ? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നെ? കുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അണ്ണനെ കാണണമെന്നുള്ളതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ക്യാറ്റി ചന്ദ്രനടുത്ത്? പറഞ്ഞല്ലേ? ജോഗീനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞോ, ഓപ്പൺ എല്ലാം പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. കൊണ്ടുപോകാൻ ആളെ വലിയൊരു പരിപാടി നടക്കാനുള്ള ഇന്ന് ഫാമിലിയിലെ. നമ്പർ തരാം, എന്തെങ്കിലും വിളിച്ചാൽ മതി. പറഞ്ഞേ അതല്ല, ഇത് വേറെ. ഞാനിപ്പോ എങ്ങനെ പറയാം? അല്ല പറഞ്ഞോ, ഓസി പറഞ്ഞോ, കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞു. എന്ത് പറയാ? 3333 എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ. 3333. ഓക്കെ, ഒന്ന് മിസ് കോൾ അടിച്ചിരുന്നാ മതി, ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കാം. 3333. ഇത് തന്നെ അതന്നെ. ഓക്കെ, ഇപ്പൊ മിസ് കോൾ അടിച്ചത് കുട്ടിയാണോ? എനിക്ക് നിന്നെ അറിയാം, നിന്നെല്ലാം പറഞ്ഞേ. അയ്യോ ജോക്കി ഞങ്ങളുടെ ഗോഡ് ഫാദർ ആണ്, അങ്ങനെ വിളിക്കല്ലേ കുട്ടി. എനിക്കെന്നെ അറിയില്ല. ജോഗിക്ക് നല്ല പ്രായം പിടിച്ചേട്ടാ, വാസോനെ പിടിച്ചേട്ടാ, ആളെ പിടിച്ച് വാസുവിനെയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ എന്റെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞു. അന്നൂനെ പിടിച്ച് അത്
ആ അറിയില്ല അയ്യേ കത്തിരിക്ക അറിയില്ല ശവം, ആയി. അയ്യോ, ശവംന്നോ? ഇല്ല അത് ജോക്കി നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് എന്താ? ചന്ദ്ര എന്ത് എല്ലാ എക്സൈറ്റ്മെന്റും കളയൂട്ടോ. അല്ല കാറ്റി അതെന്താ നിങ്ങൾ തമ്മിലുള്ള നമ്മള് തമ്മിൽ കുറച്ച് ബന്ധം ഉണ്ടായിരുന്നു വാസു പണ്ട്. അതിന് അവിഹിതം. നമ്മള് അഭിഹിതോ അവീതോ ജോക്കി കൊച്ചേ ചുമ്മാ ജോക്കി ഞാനല്ലേ പറഞ്ഞേ ഈ ചിന്തിക്കാത്ത ഒരു കുട്ടിയോടെ ദിവസം കണ്ട് സംസാരിച്ച് അഭിഹിതോ ആ സ്റ്റീവിന്റെ ഗേൾ ഫ്രണ്ടാ പോയ അവിടുന്ന്. അത് ഞങ്ങള് ചുമ്മാ കളിപ്പിച്ചല്ലേ, എന്തൊരു കൊച്ചേ പറയുന്നത് അവിഹിതം എന്നൊക്കെ. ആവശ്യമില്ലാത്തൊക്കെ പറയണ്ട. അതെന്നെ കച്ചറെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞല്ലേ. ഒരു മിനിറ്റ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റ ഡെസ്ട്രോ XD എസ്പെഷ്യലി ക്യൂട്ട് ഗേൾസ്. ഫോട്ടോ എടുക്കണോ എടാ ഡെസ്ട്രോ ക്യൂട്ട് ഗേൾസ് മാത്രം ഫോളോ ചെയ്താൽ നിന്നെ ഞാൻ ഫോളോ ചെയ്താൽ കുഴപ്പമുണ്ടോ? ക്യൂട്ട് ഗേൾസ് ജോക്സ് 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 ഒന്ന് വന്നേ, ജോക്സ് ഒന്ന് വന്നേ, ജോക്സ് ഒന്ന് വന്നേ. വാസു ഞാൻ ആ number വാങ്ങി. എടാ PDM ഡെസ്ട്രോ അതിങ്ങനെ ഓട്ടിക്കാതെ പ്രായമൊക്കെ ആയി. ജോക്സ് എന്താ കേക്കുന്നേ? എടാ ഇത് എടാ ഒരു ദിവസം നമുക്ക് അബദ്ധത്തിൽ കളഞ്ഞു കിട്ടി. നമ്മൾ ഒരു ദിവസം അബദ്ധമൊക്കെ ആർക്കൊക്കെ പറ്റും ജോക്കി, അബദ്ധത്തിലാണ് ഇതൊക്കെ സംഭവിക്കാറുള്ളത്. എടാ ഇത് മറ്റേ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ സംസാരിച്ച ഓ തട്ടിക്കൊണ്ട് പോകുമ്പോ അഡ്രസ്സും മറ്റേ കല്യാണം കഴിഞ്ഞതാണോ അങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മുടെ പിള്ളേര് അപ്പൊ അതിനകത്ത് കേറിയിട്ട് രക്ഷകനായിട്ട് ആക്ട് ചെയ്ത് ഇല്ല ഒരിക്കലും പിന്നെ നമ്മള് കുറച്ച് ബിസിനസ് ജോക്കി ഒരുമാതിരി പരുന്തുവാസം ആവല്ലേ, പെണ്ണിനോട് സംസാരിക്കുന്ന പിടിച്ച ഉടനെ ബിസിനസ് ഡീൽ എന്ന് പറയുന്ന പരിപാടി എന്റെ അടുത്ത് ഇറക്കല്ലേ ജോക്കി? സത്യമായിട്ടൂടാ ഇത് ഇപ്പം പഴയ നമ്പർ കേട്ടോ ഞാൻ അതാണ് പെട്ടെന്ന് കിട്ടാൻ. ഞാൻ കത്രിക്കാന്നാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. ഇത് സ്റ്റീവിന്റെ കമ്പനിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജോക്കി ഒരുത്തരം കയറി എടാ നിനക്കെന്നെ അറിയില്ലടാ, നിനക്കെന്നെ അറിയില്ലടാ, പറ എനിക്ക് അറിയത്തില്ലടാ, അറിയില്ലടാ, നിനക്കെന്നെ മനസ്സിലായില്ലടാ. ഇപ്പൊ ഞങ്ങളെ പറ്റി വിളിച്ചതാ, നിനക്കെന്നെ അറിയില്ലടാ, നിനക്കെന്നെ ഒന്നും ഓർമ്മയില്ലാത്തതാ, ഇതൊക്കെയാണ് അവിടെ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നോക്കിയെടുത്തത്. എന്റെ ഏത് നേരത്താണെന്ന് ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ പൊന്ന് വാസു കാര്യം നിന്റെ അടുത്ത് പറയാത്തിട്ട് എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല. എന്തൊക്കെ എല്ലാവർക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ജോക്കി എന്റെ അടുത്ത് പറയാത്ത ഒരുപാട് കുലിശിതം ജോക്കിക്കുണ്ട്, എനിക്കറിയാതെ. പിന്നെ എടാ ഞാൻ ബൈ ദ വേ പരിചയപ്പെട്ടതിനെ സന്തോഷം കയറ്റി. സന്തോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പരിചയപ്പെടാം ഡീറ്റെയിൽ ആയിട്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരു പരിപാടി നടക്കുന്നത് കൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട വരുന്നു. ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ ചന്ദ്ര വാ ചന്ദ്ര വാ പോയിട്ട് പോയിട്ട് അവരങ്ങനെ പോകുമ്പോ രണ്ടുപേരും എല്ലാവരും വിട്ടത് ഇങ്ങനെ പിടിക്കാതെ വാ വാ. എന്റെ പുതിയ നമ്പർ ഉണ്ടോ? ഇത് പഴയ നമ്പർ തന്നെയാണല്ലോ. നമ്പർ മാറിയായിരുന്നേ, പുതിയ നമ്പർ ആയല്ലോ. മറന്നുപോയല്ലേ? ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഒരു മിസ് കോൾ അടിക്കാം. കിട്ടി ശരി ശരി. നിങ്ങക്ക് 7373 ആറ് നമ്പറാന്ന് അറിയോ? അറിയത്തില്ല വേണം പോ അങ്ങോട്ട് വാ, ഗ്യാങ്സിന്റെ പിള്ളോട്ട് വാ. ഓ ഇനി ഇതിന്റെ കീ ഇല്ലാതെ ഇത് ഓടിക്കാൻ പറ്റുമോ? ആ ഓടിക്കാൻ പറ്റും. പറ്റും വാ. പോയിട്ടോ ഞാൻ വേറെ വണ്ടി കയറാം. വിട്ടോ അലീനയുടെ നമ്പറോ? അലീനയുടെ നമ്പർ എടാ വീഡിയോ തരല്ലേടാ. കൊല്ലണ്ണ കൊല്ലേ ഇവന്റെ വേണേ വരട്ടെ ജോഗി, പറ ജോഗി. ചന്ദ്രൻ ഉണ്ടോ അതിനകത്ത്?
ഇല്ല എടാ ഞാൻ ഒരു ദിവസം ആ സ്റ്റീവും എല്ലാരും കൂടി ഇട്ടിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ആ അപ്പൊ ഈ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാണിച്ചത് എന്ത് മോശമാണ്, എന്താ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു. ആ എന്നിട്ട് ജോണി പറഞ്ഞു ആ കുട്ടിയെ ബി എ ആക്കുന്നതിനോട് താല്പര്യമുണ്ട്. ഗോഡ് ഫാദർ എക്സ്പ്ലെയിൻ ചെയ്ത കേട്ടാ. നമ്മളങ്ങനെ സംസാരിച്ച് വാസു, അല്ലാണ്ട് നീ അറിയാതെ ഇല്ല കുഴപ്പമില്ല ജോലി, കുഴപ്പമില്ല. മനസ്സിലായി. മനസ്സിലായില്ലോ കേട്ടോ. പിന്നെ എനിക്ക് കാര്യങ്ങൾ പക്ഷെ പെട്ടെന്ന് മനസ്സിലായി. വാ ചോക്കി വാ. ഇവിടെ നിൽക്കാം ഇവിടെ. എടാ എല്ലാരും ഒന്ന് വരുമോ? ഫ്രണ്ടിലോട്ട് വരുമോ? അകത്തിരിക്കണ്ട. ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വാ, ഗ്യാങ്സിന്റെ ഫ്രണ്ടില്. ഞാൻ നടക്കി നിൽക്കും. ഞാൻ കഴിച്ചു. രോഗി കഴിച്ചായിരുന്നോ? പിന്നെ പറഞ്ഞാ മതി. എടാ എല്ലാരും റേഡിയോ 83 കണക്ട് ചെയ്യണം. 83 83